ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ചായക്ക് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ട് വെറും 2 ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് നോൺ വെജ് കറികളുടെ കൂടെയൊക്കെ ടേസ്റ്റാണ്. അപ്പോൾ അരിപ്പൊടി വെച്ചാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. കണ്ണൂരിലെ സൽക്കാരം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കണ്ണൂർ സ്പെഷ്യൽ നുള്ളിയിട്ടപ്പം തയ്യാറാക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു മുട്ടയും ഒരു നുള്ളു ഉപ്പ് കേട്ടോ. മുട്ട ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ ഓവറായിട്ട് ചേർക്കണ്ട, കുറച്ചിട്ട് ഇട്ടാൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ മുട്ട മാവിലൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു നുള്ളിയിട്ടപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കുറച്ചായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. മാത്രമല്ല നമ്മളിതിൽ ചേർക്കുന്ന മുട്ട ഈ മാവിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവണം. മുട്ട അവിടെ ഇവിടെ ഇങ്ങനെ മിക്സ് ആവാതെ കട്ട കെട്ടി കിടക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് കേട്ടോ, മുട്ട ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആയി നല്ല സ്മൂത്തായിട്ട് നല്ല മിക്സ് ആക്കണം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് മുട്ടേൻ്റെ കലംസ് ഒന്നും അതിലുണ്ടാവാൻ പാടില്ല. അങ്ങനെ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് മാവ് ഉണ്ടാവേണ്ടത്. നമ്മൾ നുള്ളി ഇട്ടിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് ഇരിക്കേണ്ടത്. ഇതുപോലെ. എന്നിട്ട് നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് ഇങ്ങനെ നുള്ളിയിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കണം. ഈ നുള്ളിയിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഒരു നുള്ളി എടുത്ത പോലെയുള്ളൊരു ഷേപ്പായിരിക്കണം ഈ അപ്പത്തിന് ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിന് നുള്ളിയിട്ടപ്പം എന്ന പേര് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് പ്രത്യേകം ഇതിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട നമ്മൾ ചേർക്കുന്ന സമയത്ത് മുട്ടേൻ്റെ അളവ് കൂടുതലായി പോകാൻ പാടില്ല. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പൊടിയല്ല എടുത്തിരിക്കുന്നത്, അത് ഒരു മുട്ടയാണ് അതിന് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മുട്ട കൂടുതലായി കഴിഞ്ഞാൽ മാവ് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മാവ് എന്താ പറയുക, ഒരു മുട്ട ചേർക്കുക. അതായത് മുട്ട നന്നായി മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും മുട്ടേൻ്റെ അളവ് മാവിൽ കൂടുതലായി കഴിഞ്ഞാലും നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് മുട്ട കുക്കായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവറായിട്ട് മുട്ട ചേർക്കേണ്ടതില്ല. 1.5 കപ്പ് പൊടിക്ക് എന്തായാലും ഒരു മുട്ട എന്നുള്ള കണക്ക്, അതായത് 2 കപ്പ് വരെയുള്ള പൊടിക്ക് നമ്മൾ ഒരു മുട്ട ചേർത്താൽ മതിയാകും. എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്കായി പുറം ഇങ്ങനെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ നമ്മളിത് എടുക്കണം. ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബ്ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല ഇത് കുക്കായുന്തോറും ഇത് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടാൽ പോലും അതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാലോ, മുട്ട നമ്മൾ എണ്ണയിലിട്ട് പുഴുങ്ങിയ മുട്ടയൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ എണ്ണയിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇതും പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ എല്ലാം തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവറായിട്ടുള്ള ഹൈ ഫ്ലെയിമിലിട്ട് കൂടുതൽ നേരം ഓവർ കുക്ക് ചെയ്തെടുക്കരുത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അരിപ്പൊടി എന്ന് പറയുന്നത് ഈ ചോയ്സ് എന്ന ബ്രാൻഡിൻ്റെ അമ്മായി പൊടിയാണ് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ആ ഒരു പൊടി എടുക്കണം എന്നുള്ളത്. ആ പൊടിയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. ഇത് നോർമൽ അരിപ്പൊടിയാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറും കൂട്ടി അരയ്ക്കുന്നത് നന്നായിരിക്കും. കുറച്ചും കൂടി നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പൊടിയാകുമ്പം അതെല്ലാം ചേർന്നിട്ടുള്ളൊരു പൊടിയാണ്. അതുകൊണ്ടാണ് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. നല്ല നോൺ വെജ് കറികളോ വെജ് കറികളോ കൂടെയൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇത് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ നല്ലതാണ്. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ട് ഔട്ട് സൈഡും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.